അപ്പം ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ. 6 മണിക്ക് എഴുന്നേറ്റത് എനിക്കിന്ന് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം കുറേ കാലമായിട്ട് നേരത്തെ എനിക്ക് എഴുന്നേൽക്കാനേ പറ്റുന്നില്ല. ഫുള്ള് യാത്രയൊക്കെ ആയിട്ട് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങുക. അപ്പോൾ ഇന്ന് വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. അത് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി നല്ല ബ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനമെടുത്തത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറേ ആയി വർക്കൗട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ ബോഡിയൊക്കെ ഒന്ന് വഴങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഫ്ലെക്സിബിലിറ്റി കുഴപ്പമില്ലാതെ ഉണ്ട്. പക്ഷേ ഞാൻ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു ബോഡിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് സ്ട്രെച്ചിങ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ടൊക്കെ കുറേ ചെയ്തു. നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നതാണ്. ഒന്നും ചെയ്യാതിരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ലെഗ് റേസും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ട് ചെയ്ത്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പിന്നെ വയറ് നന്നായിട്ട് കൂടുന്നുണ്ട്. ഫുഡടി മാരക ഫുഡടിയാണ് ഇപ്പോൾ. അതും ജങ്ക് ഫുഡും ഹോട്ടൽ ഫുഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് തീരെ നോക്കാൻ പറ്റുന്നില്ല യാത്ര ആയതുകൊണ്ടും. ഇവിടെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ലാതെ അക്ക ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാം. പക്ഷെ പുറത്ത് പോകുമ്പോൾ തീരെ നമുക്ക് ഫുഡ് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. പിന്നെ സൂര്യ നമസ്കാരം ഞാൻ എപ്പോഴും ടൈം കിട്ടുമ്പോൾ ഇനിയിപ്പോൾ ഒട്ടും വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ രാവിലെ ഒന്ന് എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്തിട്ട് സൂര്യ നമസ്കാരം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സൂര്യ നമസ്കാരം എല്ലാ വർക്കൗട്ട് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ഞാൻ മുടങ്ങാതെ ചെയ്യും. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു എക്സസൈസാണ് സൂര്യ നമസ്കാരം. അതെപ്പോഴും പണ്ടൊക്കെ ഞാൻ കൂടുതൽ ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേയൊക്കെ മടിയുമാണ്. പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ചെയ്തു. ഞാനിങ്ങനെ സ്പീഡാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം വീഡിയോ ലെങ്ത്തായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ സൂര്യ നമസ്കാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ടൈം ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓഫീസിൽ കയറണം 9 മണിക്ക്. അപ്പോൾ പിന്നെ ഡ്രസ്സ് അയൺ ചെയ്യാണ്. ഇതൊക്കെ ഭയങ്കര പാടുള്ള പണിയാണ് എനിക്ക്. പെട്ടെന്ന് അയൺ ചെയ്ത് കുളിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന്. അക്ക ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓഫീസിലെത്തി. ബൈ.